ഹലോ വെൽക്കം ബാക്ക്. ശരിക്കും ഈ രാജസ്ഥാൻ എന്നുള്ള പേര് മാറ്റിയിട്ട് തോൽവിസ്ഥാൻ എന്ന് തന്നെ ആക്കണം. കാരണം 205 പോലൊരു സ്കോർ ചേസ് ചെയ്യുമ്പോൾ 9 ഓവറിൽ 110 റൺസ്, അതായത് ഓൾമോസ്റ്റ് 12ന് മുകളിൽ റൺ റേറ്റ് കീപ്പ് ചെയ്തുകൊണ്ടിരുന്ന ടീം ഈ ഒരു മത്സരം തോറ്റെന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുമോ? യെസ്, വിശ്വസിക്കണം. കാരണം ഇത് രാജസ്ഥാനാണ്, സോറി തോൽവിസ്ഥാനാണ്. ആദ്യം ബാറ്റിംഗിന് ഇറങ്ങിയ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ 205 റൺസ് നേടുന്നു. വിരാട് കോഹ്ലിയുടെയും ദേവദത്ത് പടിക്കലിന്റെയും അസാമാന്യ ഇന്നിംഗ്സ് അവരെ സ്കോർ പടുത്തുയർത്താൻ സഹായിച്ചു. പിന്നീട് ഫിനിഷിംഗ് സൈഡിൽ ടീം ഡേവിഡിന്റെയും അതോടൊപ്പം തന്നെ ജിതേഷ് ശർമ്മയുടെ ഇന്നിംഗ്സുകൾ നല്ലൊരു സ്കോറിലേക്ക് അവരെ കൺവേർട്ട് ചെയ്യാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ തുഷാർ ദേശ്പാണ്ഡെയുടെ ആ ഒരു ബോളിംഗ് സൈഡ് എടുത്ത് പറയണം. അതോടൊപ്പം തന്നെ സന്ദീപ് ശർമ്മ എക്സ്പെൻസീവ് ആയി പോയത് പറയണം. പിന്നെ വൈഡുകൾ എറിഞ്ഞ് നല്ല രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്തത് പറയണം രാജസ്ഥാൻ ബോളിംഗ് സൈഡിൽ. എന്തിനാണ് ഇത്രമാത്രം അവസരങ്ങൾ വീണ്ടും തുഷാർ ദേശ്പാണ്ഡെക്ക് അവിടെ രാജസ്ഥാൻ മാനേജ്മെന്റ് കൊടുക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. ബെഞ്ചിൽ ഒരുപാട് താരങ്ങൾ ഇരിപ്പുണ്ട്. പോട്ടെ, ചെന്നൈ കാണിക്കുന്ന പോലെ യങ്സ്റ്റേഴ്സിന് വളരാനെങ്കിലും അവസരം കൊടുത്തുകൂടെ? അവിടെ വളർന്നു വരുന്ന താരങ്ങൾ ഒരുപാടുണ്ടല്ലോ. എന്തുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഇത്രമാത്രം എക്സ്പെൻസീവ് ആകുമെന്ന് തുഷാർ ദേശ്പാണ്ഡെ അവർ വീണ്ടും വീണ്ടും ചൂസ് ചെയ്യുന്നത്? എന്തായാലും ആ ഒരു എക്സ്ട്രാ ബൗൺസ് ഒക്കെ കറക്റ്റായിട്ട് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ നന്നായിട്ട് തന്നെ യൂസ് ചെയ്തു. അവർ ആ ഒരു സ്കോർ അവിടെ പടുത്തുയർത്തി. സാധാരണ ആദ്യം ബാറ്റ് ചെയ്യുന്ന ടീം തോക്കുന്ന ഒരു പതിവാണ് ചിന്നസ്വാമിയിലുള്ളത്. അത് തെളിയിക്കുന്ന രീതിയിലുള്ള സ്റ്റാർട്ടിംഗ് ആയിരുന്നു അവിടെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെതിരെ രാജസ്ഥാൻ റോയൽസിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ബാറ്റിംഗ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മികച്ച രീതിയിൽ തന്നെയാണ് യശസ്വി ജയ്സ്വാൾ അതോടൊപ്പം തന്നെ വൈഭവ് സൂര്യവംശിയും കൂടി തുടങ്ങിയത്. സൂര്യവംശി ചെറുതായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നെങ്കിലും ആ ഒരു അധികം ബോളുകൾ താരം കളിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ 19 ബോളിൽ 49 റൺസ് ആയിരുന്നു അവിടെ യശസ്വി ജയ്സ്വാൾ നേടിയിട്ടുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ പിന്നീട് വന്ന് നിതീഷ് റാണയും കുഴപ്പമില്ലാത്ത രീതിയിൽ ബാറ്റ് ചെയ്തു വരുന്നു. അതോടൊപ്പം തന്നെ റിയാൻ പരാഗിന്റെ കാര്യത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എഡ്ജിലാണ് കൂടുതലും റൺസ് വന്നത്. എങ്ങനെ ഒരു സ്കോർ ചേസ് ചെയ്യണമെന്ന് യാതൊരു പ്ലാനിങ്ങും ഇല്ലാതെ രാജസ്ഥാൻ റോയൽസ് കളിക്കുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു ക്യാപ്റ്റൻ എന്നുള്ള രീതിയിൽ കുറച്ചുകൂടി ഒരു എഫേർട്ട് രാജസ്ഥാൻ റോയൽസിന് വേണ്ടി റിയാൻ പരാഗ് ബാറ്റിംഗ് സൈഡിൽ ഇടേണ്ടത് തന്നെയായിരുന്നു. പിന്നെ ധ്രുവ് ജൂറലിന്റെ കാര്യം, എൻഡ് ഓഫ് ദ ഡേ 130 സ്ട്രൈക്ക് റേറ്റ്, 34 ബോളിൽ 47 റൺസ്. സ്വന്തം കാര്യത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സ്കോർ കാർഡിൽ സ്വന്തം പേരിൽ റൺസ് ഉയർത്താൻ സാധിച്ചെങ്കിലും മിഡിൽ ഓവറിലെ അമ്മാതിരി തുഴയാണ് അവൻ തുഴയത്. ആ ഒരു തുഴയാണ് എൻഡ് ഓഫ് ദ ഡേ ഈ റിസൾട്ട് ഇങ്ങനെ ആക്കി മാറ്റിയിട്ടുള്ളത്. എന്തായാലും ധ്രുവ് ജൂറലിന് കാര്യമായിട്ടുള്ള ഒന്നും തന്നെ ഈ ഒരു മത്സരത്തിൽ ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിച്ചില്ല. ആ 47 റൺസ് കൊണ്ട് ടീമിന് യാതൊരു ഗുണവും ചെയ്തില്ല എന്നുള്ളതാണ്. പിന്നെ അതോടൊപ്പം തന്നെ ഹെഡ്മെയറിലേക്ക് നോക്കിക്കഴിഞ്ഞാലും ഹി വാസ് സ്ട്രഗ്ലിംഗ്. 8 ബോൾ 11 റൺസ് മാത്രമാണ് താരത്തിന് നേടാൻ സാധിച്ചത്. ഏത് സ്റ്റേജിലാണ് ധ്രുവ് ജൂറൽ ക്രീസിൽ വന്നതെന്ന് ഓർക്കണം. എന്നിട്ടാണ് ഈ ഒരു മത്സരം തോറ്റതെന്ന് ഓർക്കണം. അമ്മാതിരി സ്ട്രഗ്ലിംഗ് ആയിരുന്നു. ഓൾമോസ്റ്റ് 20 ബോൾ എടുത്തു ആളൊന്ന് സെറ്റിൽ ആവാൻ വേണ്ടിയാണ്. അത് T20 ആണ്, അതും ചേസിംഗ് ആണ്. ഈ ഒരു സമയത്താണ് എജ്ജാതി കളി കളിക്കുന്നത്. ഫിനിഷിങ്ങിൽ നല്ല രീതിയിൽ പിഴച്ചു. ഫിനിഷിങ്ങിൽ നല്ല മിഡിൽ ഓവറിൽ കാര്യമായിട്ട് റൺസ് വരാത്തത് നല്ല രീതിയിൽ അവർക്ക് പണി കിട്ടി. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടതാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ സ്പിന്നേഴ്സ് ആയിട്ടുള്ള കൃണാൽ പാണ്ഡ്യയുടെയും അതോടൊപ്പം തന്നെ സുയാ ശർമ്മയുടെയും ബോളിംഗ് നല്ല രീതിയിൽ അവരെ മിഡിൽ ഓർഡറിൽ പിടിച്ചിടാൻ അവർക്ക് സഹായിച്ചു. അതോടൊപ്പം തന്നെ ജോഷ് ഹേസൽവുഡ് നല്ലൊരു കമ്പാക്ക് നടത്തി. ആദ്യം ഇടികൊണ്ടിട്ട് യാഷ് ദയാലിന്റെ അവസാന ഓവർ എടുത്ത് പറയത്തക്ക രീതിയിൽ തന്നെയാണ് എറിഞ്ഞിട്ടുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ എന്താണ് പറയേണ്ടത്? രാജസ്ഥാൻ ഇങ്ങനെ എല്ലാ ടീമുകൾക്കും ഒരു 2 റൺ വീതം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ടീമാണെന്ന് തോന്നുന്നു. നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യുക. ഞാൻ ആ തോൽവിസ്ഥാനിൽ വിളിച്ച് വല്ല എതിരഭിപ്രായമുള്ളവർ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. നീ ശരിക്കും പറഞ്ഞാൽ സങ്കടമാണ്. ധ്രുവ് ജൂറലിന്റെ ഇന്നിംഗ്സ് ഭയങ്കര മോശമായിരുന്നു. ഭയങ്കര മോശം. എൻഡ് ഓഫ് ദ ഡേ നമ്മൾ സ്കോർ കാർഡ് നോക്കുമ്പോൾ 47 റൺസ് അവിടെ വന്നെങ്കിലും ആ മിഡിൽ ഓവറിലെ തുഴ ടീമിന് നല്ല പണിയാണ് കൊടുത്തത്. ഇത്തരം ഒരു ടോട്ടൽ ചേസ് ചെയ്യുമ്പോൾ ഒരു 18th ഓവർ അല്ലെങ്കിൽ 19th ഓവർ ചേസ് ചെയ്ത് ജയിക്കുന്ന രീതിയിൽ പോകേണ്ട ഒരു ഇന്നിംഗ്സ് ആണ് അവിടെ അമ്മാതിരി തുഴഞ്ഞ് നശിപ്പിച്ചിട്ടുള്ളത്. എന്തായാലും ഇനി ഈ സീസണിൽ രാജസ്ഥാന്റെ അവസാന ഹോപ്പായിരുന്നു ഈ ഒരു മത്സരം. അതോടുകൂടി തന്നെ ഈ ഒരു സീസണിലെ ഹോപ്പ് എല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ബൈ ബൈ ഗൈസ്.